സംഘർഷഭീതിക്കിടെ പാക് ഓഹരി വിപണി കനത്ത നഷ്ടത്തിലെന്ന് റിപ്പോർട്ട്. പഹൽഗാം ആക്രമണം നടന്ന ഏപ്രിൽ 23 ശേഷം കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക 8000-ഓളം പോയിന്റുകളാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ 30 മാത്രം വിപണി ഇടിഞ്ഞത് 3545 പോയിന്റുകളാണ്. അവധി ദിവസത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലാഭക്കച്ചവടം. ആദ്യ മണിക്കൂറുകളിൽ കുതിച്ചുയർന്ന വിപണി ഭേദപ്പെട്ട നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. വ്യാപാര തർക്കങ്ങൾക്ക് അയവ് വന്നത്, ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് വർദ്ധിച്ചത്, കമ്പനികളുടെ മികച്ച 4ാം പാദഫലങ്ങൾ, വിദേശ നിക്ഷേപകർ തിരിച്ചെത്തിയത് തുടങ്ങിയ കാരണങ്ങൾ നേട്ടത്തിലേക്ക് നയിച്ചെന്നാണ് വിലയിരുത്തൽ. ഗൗതം അദാനി ഞങ്ങളുടെ സർക്കാരിന്റെ പങ്കാളിയാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറഞ്ഞത് മാറുന്ന ഭാരതത്തിന്റെ സൂചനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം പ്രസംഗിച്ച മന്ത്രി VN വാസവന്റെ വാക്കുകളാണ് മോദി പരാമർശിച്ചത്. US താരിഫ് തർക്കങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് കുറയുമെന്ന് അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ റേറ്റിംഗ്സ്. 2026-27 സാമ്പത്തിക വർഷം 6.3%, അടുത്ത വർഷം 6.5% GDP വളർച്ച. സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 74,320 രൂപയിലായിരുന്നു ഇന്നത്തെ വ്യാപാരം. വ്യാപാര തർക്കങ്ങൾക്ക് അയവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണം. കൂടുതൽ ബിസിനസ് വാർത്തകൾക്ക് ധനം online.com.